നമ്മൾ വീട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരും ചുടുകട്ട മാറ്റി നമ്മൾ ഈ സോളിഡ് ബ്ലോക്ക് 6 ഇഞ്ച് 8 ഇഞ്ച് സോളിഡ് ബ്ലോക്ക് വെച്ച് നമ്മൾ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. സംഭവം അതിന്റെ പുറത്ത് നിങ്ങൾ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ സിമെന്റ് ഹീറ്റ് അബ്സോർപ്ഷൻ പവർ കൂടുതലുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വീട്ടിന്റെ വെളിയിലുള്ള സൂര്യപ്രകാശത്തിലുള്ള ചൂട് അത് സിമെന്റ് പ്ലാസ്റ്റർ വഴി വലിച്ചെടുത്ത് അകത്തും സിമെന്റ് ബ്ലോക്ക് ആവുമ്പോൾ അത് വീണ്ടും അതിന്റെ എക്സ്ട്രാക്ഷൻ പവർ കൂടി നമുക്ക് വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി നമ്മളെ ചൂടിന്റെ ഇന്റൻസിറ്റി വൈകുന്നേരം കുറച്ച് കൂടുതലായിരിക്കും. ഹ്യൂമിഡിറ്റിയോ ഇന്റൻസിറ്റിയോ എന്ത് വേണം പറയാം. ആ ചൂട് കുറയ്ക്കാൻ ഇന്ന് നമുക്ക് ഒരു ടെക്നോളജി ഉണ്ട്. ഒന്നുകിൽ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആയിട്ടുള്ള പെയിന്റ് അടിക്കുക. ലൈറ്റ് റിഫ്ലക്റ്റ് ആവുമ്പോൾ ചൂട് കുറയും. അതാണ് ഇതിന്റെ മേജർ ആസ്പെക്ട്. അത് പെയിന്റിൽ ഇന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സിമെന്റ് പ്ലാസ്റ്ററിംഗ്. സിമെന്റ് പ്ലാസ്റ്ററിംഗിന്റെ കെമിക്കൽ കോമ്പോണൻസ് അത് ചൂട് റെസിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. ചൂട് റെസിസ്റ്റ് ചെയ്ത് അകത്തോട്ട് നമുക്കൊരു 60% വരെ കടത്തിവിടാതെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വാലൻ ഫോർഡുമായിട്ട് കോൺടാക്ട് ചെയ്യാം.